ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജോമോൻ കൊച്ചിത്രയാണ്. എന്തൊരു മാറ്റമാണ് നമ്മുടെ ഈ കേരളത്തിലെ റോഡുകൾക്ക് അല്ലേ. 2021 വരെ ഒരു കുഴപ്പവുമില്ലായിരുന്ന കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് തുരുത്തി മുളയ്ക്കാന്തുരുത്തി റോഡ് കുത്തിപ്പൊളിച്ചിട്ട് 2023 ജനുവരി 4-ന് പുനർനിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞതാണ്. ഇന്ന് 2024 ജനുവരി 4-ാം തീയതിയാണ്. ഇന്നത്തെ ഈ റോഡിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. 8 മീറ്റർ വീതിയുണ്ടായിരുന്ന നല്ലൊരു റോഡ് 2021 കുത്തിപ്പൊളിച്ച് രാജ്യാന്തര നിലവാരത്തിലുള്ള നല്ലൊരു റോഡാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിപ്പൊളിച്ചതാണ്. ഇരുവശത്തും ഓരോ മീറ്റർ വീതിയിൽ ഓട പണിതു. തുടർന്ന് 2023 ജനുവരി 4-ാം തീയതി ഈ റോഡ് പൂർത്തീകരിച്ച് നൽകുമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ഒരു ബോർഡ് നമുക്ക് കാണാം. ഇത് 2024 ജനുവരി 4-ആണ്. അതായത് പണി പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു വർഷമാകുകയാണ്. ഇന്ന് വഞ്ചനാ ദിനമായിട്ട് ഈ തുരുത്തി നിവാസികൾ ആചരിക്കുകയാണ്. പരാതി പറഞ്ഞ് മടുത്ത ജനങ്ങൾ തങ്ങളുടെ വീടിൻ്റെ മുൻഭാഗം സ്വന്തം നിലയ്ക്ക് ടാർ ചെയ്തിരിക്കുകയാണ്. ഇതിലെ നടന്നു പോകുന്ന യാത്രക്കാർക്കും വാഹനങ്ങളിൽ പോകുന്നവർക്കുമൊക്കെ വളരെ വലിയൊരു ആശ്വാസമാണ്. ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ പണം ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനാണെങ്കിൽ പിന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ എന്തിനാണ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നത്? മുൻപോട്ട് പോകുമ്പോൾ കടുത്ത പൊടിശല്യവും മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുമായിട്ട് ജനം ദുരിതമനുഭവിക്കുകയാണ് ഈ റോഡിലൂടെ. ഇനി നമുക്ക് നാട്ടുകാരായിട്ടുള്ള ഏതാനും പേരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. അതിനുശേഷം ഈ അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തെ ന്യായീകരിക്കുന്ന ഒരു KSTP ഉദ്യോഗസ്ഥരെ നമുക്കൊന്ന് ശ്രമിക്കാം. അതിനുശേഷം അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നും ഒന്ന് കാണാം. വമ്പൻ സ്രാവുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരാണ് പൊതുജനങ്ങളുടെ മുന്നിൽ നിന്ന് വിയർക്കുന്നത്. ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ഈ ജനുവരി 2-ാം തീയതി ഇന്ന് 3 വർഷം തികയുക. കഴിഞ്ഞ ജനുവരി 2-ാം തീയതിയാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ ഭാഗങ്ങളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് ഇന്ന് 3 വർഷമായി. 3 വർഷമായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നതിന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA-യോടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും എല്ലാം വളരെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. തുടക്കം മുതൽ ഇതിൻ്റെ അപാകതകളെപ്പറ്റി ചീഫ് മിനിസ്റ്റർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, KSTP കൊട്ടാരക്കര, PWD തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ, കോട്ടയം PWD അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, MLA, ഇവിടുത്തെ MP കൊടിക്കുന്നിൽ സുരേഷ് ഇത്യാദി മഹാന്മാർക്കെല്ലാം പരാതി കൊടുത്തു. ഇവരാരും ഒന്നും കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ 3 വർഷം തികയുക. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, സർക്കാരിൻ്റെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് നടക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് സർക്കാരിൻ്റെ പെൻഷൻ വേണ്ട, സർക്കാർ നമുക്ക് ശമ്പളം തരണ്ട, ജോലി തരണ്ട, മര്യാദയ്ക്ക് റോഡ് ഉണ്ടാക്കി തരാമെന്നുള്ളതാണ്. ഇവിടെ ബൈക്കിന് യാത്ര ചെയ്യാൻ പറ്റില്ല, കാറിന് യാത്ര ചെയ്യാൻ പറ്റില്ല. പൊടിശല്യം കാരണം കുടുംബസമേതം പുറത്തിറങ്ങി നിൽക്കാൻ പാടില്ല. മുൻവശത്തെ വാതിലുകളും ജനലുകളും വെന്റിലേഷനും എല്ലാം കൊട്ടിയടച്ച് ഒരു ഏകാന്ത തടവുകാരെ പോലെ ഈ നാട്ടിലെ ഈ 2.5 കിലോമീറ്റർ ദൂരത്തിലുള്ള കുടുംബങ്ങളെല്ലാം ജീവിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിന് ഒരു മറുപടി ആർക്കുണ്ട്? ഇതിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു മടുത്തു. എല്ലാവർക്കും എല്ലാം മനസ്സിലായി. കാരണം പരാതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തൊട്ടിങ്ങ് താഴോട്ട് KSTP കൊട്ടാരക്കര, PWD കോട്ടയം, സകല ആൾക്കാരുടെ കയ്യിലുണ്ട്. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷെ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ മേലാത്ത പോലെ ഉള്ള ഒരു വഴിയാക്കി തീർത്തു. ഇതിനി ആർക്കും നന്നാക്കാനും മേല. ഇതിപ്പം ഒരു കോൺട്രാക്ടർ ഇത് ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. ഈ രീതിയിൽ എങ്ങനെ പണി പൂർത്തീകരിച്ചാലും ഇത് വൻ ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവർ ഇതിപ്പോൾ ഈ റോഡ് പണി ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ നാട്ടുകാരെ അനുഭവിച്ചുകൊള്ളുക, അതേ ഉള്ളൂ. ചേട്ടനതിന് മുമ്പ് ആർക്കൊക്കെയാണ് പരാതി കൊടുത്തിരുന്ന? ആർക്കൊക്കെയായിരുന്നു? ചീഫ് മിനിസ്റ്റർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, KSTP കൊട്ടാരക്കര എഞ്ചിനീയർ, KSTP പിന്നെ PWD കോട്ടയം MLA, MP, പിന്നെ വിവരാവകാശ പ്രകാരം ഇതാരാണ് ഈ തട്ടിപ്പൂട്ട് പരിപാടികൾ? ഇതൊരു വയബിളായിട്ടുള്ള റോഡല്ല എന്ന് തലയ്ക്ക് ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ പണി കണ്ടപ്പോഴേ. അതനുസരിച്ച് വിവരാവകാശം കൊടുത്ത് വിവരാവകാശ പ്രകാരമുള്ള രേഖകളും കയ്യിലുണ്ട്. ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫണ്ട് ചെയ്തു 100 ചില്ലാനും കോടി രൂപ മുടക്കി ഈ പണിയെല്ലാം ചെയ്തിട്ട് ഇത് പാതി വഴി ഇട്ടിട്ട് പോകുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണിത്. ചീഫ് മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ട് അതിൻ്റെ മറുപടികളോ എല്ലാം വന്നു? അതിൻ്റെ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് വന്നു. ഒരാളും വിളിച്ചിട്ടില്ല, ഒരു മറുപടി വന്നിട്ടില്ല. പുറത്തൊന്നും ഒരു മറുപടിയും വന്നിട്ടുമില്ല. ഇതുവരെ ആരും ചോദിച്ചിട്ടുമില്ല. കോടതിയിൽ വല്ല പരാതി കൊടുത്തിരുന്നു? ഇല്ല, കോടതിയിൽ കൊടുത്തിട്ടില്ല. ഇല്ല. ഈ റോഡ്, ഈ പുന്നമൂട് മുളയ്ക്കാന്തുരുത്തി റോഡ് വിയ്യപുരം പദ്ധതിയിൽപ്പെടുത്തി ഇത്രയും കാലം വെച്ചിരുന്നു. നല്ല റോഡായിരുന്നു, മേജർ റോഡായിട്ടിരുന്നിട്ട് വെട്ടിപ്പൊളിച്ചിട്ട്
അനാവശ്യമായി ഓടകൾ പണിതതിന് ശേഷം നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ മേലാത്ത വിധത്തിൽ ഈ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാട്ടുകാർ സമരം നടത്തി അവരെ പോലീസുകാരെ കൊണ്ട് കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷം ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം നമ്മളുടെ ഈ പ്രോജക്റ്റ് മാനേജർ ഇവിടെ വരികയും നമ്മളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ സംസാരിച്ചതനുസരിച്ചിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ ഇത് ശരിയായി നിങ്ങൾക്ക് പണി തുടങ്ങാമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഒന്നും യാതൊരു ഇതുവരെ നടപടി നടന്നിട്ടില്ല. പിന്നെ ഈ വിഷയം സംബന്ധിച്ചിട്ട് KSTPയുടെ പ്രോജക്റ്റ് ഓഫീസിൽ ചോദിച്ചപ്പം വിവരാവകാശ പ്രകാരം അവർ പറഞ്ഞത് ഒറിജിനൽ DPRൽ മുളയ്ക്കാന്തുരുത്തിയിൽ നിന്ന് പുന്നമൂട് വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനകത്ത് അങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല. ആലപ്പുഴ ജില്ല കൊണ്ട് ഇത് നിർത്തിയിരുന്നതാണ്. അവർ പറയുന്നത് പേരില്ലെങ്കിൽ ഇതിനകത്ത് കിലോമീറ്റർ മിച്ചമുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അവിടാണ് ഇതിൻ്റെ അഴിമതിയുടെ തുടക്കം. റോഡിൻ്റെ വിഷയം സംബന്ധിച്ചിട്ട് നാട്ടുകാർ എല്ലാവരും കൂടി പുന്നമൂട് ജംഗ്ഷനിൽ MC റോഡ് ജംഗ്ഷനിൽ ഒരു റോഡ് ഉപരോധം നടത്താൻ തീരുമാനിക്കുകയും അതുപ്രകാരം ഉപരോധം നടത്തുകയും ചെയ്തു. എന്നാൽ ചില ആളുകളുടെ തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരം പോലീസും വനിതാ പോലീസും വന്ന് കേസെടുത്തു. എന്നാൽ ഇഷ്ടമുള്ളവരെ ഒഴിവാക്കുകയും ഇഷ്ടമില്ലാത്തവരുടെ പേര് കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. അതനുസരിച്ച് എല്ലാവരെയും 500 രൂപ വീതം ശിക്ഷിച്ച് കോടതിയിൽ നിന്ന് വിട്ടിട്ടുള്ളതാണ്. ഈ റോഡിൻ്റെ ഈ പൊടിശല്യം മൂലം നമ്മുടെ ഈ മുളയ്ക്കാന്തുരുത്തി ഭാഗത്തുള്ള തുരുത്തി വരെയുള്ള ആളുകൾ പലവരും അവരുടെ കുട്ടികളെയും കൂട്ടി എന്നെ വന്ന് കാണാറുണ്ട്. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എന്നോട് വന്ന് പരാതികൾ പറയാറുണ്ട്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലാത്തൊരവസ്ഥയാണ് ഞാൻ അവരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ പൊടിപടലം മൂലം നമുക്കറിയാം, ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ആശുപത്രിയിലും യൂദാപുരം ആശുപത്രിയിലൊക്കെ തിരക്കേറിയാം ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഇഷ്ടംപോലെ പേരാണ് വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. എനിക്ക് തന്നെ റോഡ് സൈഡിലായതുകൊണ്ട് പൊടിപടലങ്ങൾ കൊണ്ട് ഉറക്കെ സംസാരിക്കാനോ തുടർച്ചയായിട്ട് സംസാരിക്കാനോ വിഷമം വന്നിരിക്കുകയാണ്. അങ്ങനെ ആസ്മ പോലുള്ള അലർജി പോലുള്ള രോഗങ്ങൾ മൂലം പിടിപെടുന്ന ഈ അവസ്ഥയെ ഭരണാധികാരികൾ കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രമേ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവരോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ 1-ാം വാർഡിൻ്റെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളിവിടെ റോഡ് സംരക്ഷണ സമിതി രൂപീകരിക്കുകയും റോഡിലെ പൊടിശല്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് വെള്ളം തളിച്ച് 3-4 ദിവസം അങ്ങനെ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് വീണ്ടും പത്രദ്വാര വീണ്ടും ടെൻഡർ വിളിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത കണ്ടുകൊണ്ട് ഞങ്ങൾ അത് നിർത്തുകയും ആ ടെൻഡർ വിളിച്ച പ്രകാരം അവർ ചെറിയ മെയിൻ്റനൻസ് മാത്രം ചെയ്തുകൊണ്ട് 90 ലക്ഷം രൂപയ്ക്ക് 90 ദിവസം പോലും നിൽക്കാത്ത രീതിയിലുള്ള ടാറിങ് ചെയ്തും അത് നാശനഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അതിനെതിരെ തുരുത്തി പുന്നമൂട്ടിലെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ റോഡ് ഉപരോധിച്ചിരുന്നു. ആ റോഡ് ഉപരോധിച്ചവരിൽ നിന്നും 14 പേരെ തെരഞ്ഞു പിടിച്ച് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാർജ് ചെയ്യുകയും ചങ്ങനാശ്ശേരി JFMCയിൽ അത് വിസ്താരത്തിലിരിക്കുകയും ഞങ്ങൾ കഴിഞ്ഞ മാസം 500 രൂപ വെച്ച് ഓരോരുത്തർ 500 രൂപ വെച്ച് 7000 രൂപ ഫൈൻ അടച്ച് ആ കേസ് ഒത്തുതീർപ്പ് ആക്കിയിട്ടുള്ളതുമാണ്. തുടർന്നും ഈ കഴിഞ്ഞ നവകേരള സദസ്സിന് മുമ്പും പത്രത്തിൽ വന്നു, മനോരമ പോലുള്ള ഒരു പത്രത്തിൽ വന്ന് വീണ്ടും പണി ആരംഭിക്കുന്നു 148 കോടി രൂപയ്ക്ക്. പക്ഷേ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കുണ്ടും കുഴിയുമായിട്ട് നിൽക്കുകയാണ്. അവരവരുടെ സാമ്പത്തികമുള്ളവർ അവരവരുടെ വീടിൻ്റെ വാതിൽക്കലുള്ള റോഡുകൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം KSTPയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി പൊതുജനങ്ങളിൽ നിന്ന് പരാതിയും നിർദ്ദേശങ്ങളും സ്വീകരിച്ചതിന് ശേഷം റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞ് നടന്ന ഒരു മീറ്റിംഗാണ്. ഇതിൽ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. രണ്ടാമത്തെ കാര്യം പുള്ളി പറഞ്ഞത് റോഡിൻ്റെ വിഡ്ത്ത് നമ്മൾ 8 മീറ്റർ ഉണ്ടായിരുന്ന വിഡ്ത്ത് ഇപ്പോൾ നമ്മൾ 5 മീറ്ററാക്കി കുറച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ആദ്യം 5.5 മീറ്ററിൻ്റെ ബിറ്റുമിനസ് വിഡ്ത്താണ് ആൾറെഡി ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ 2 സൈഡിലും ഓട ചെയ്തു വന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓട ചെയ്തത് കൊണ്ടാണ് വിഡ്ത്ത് കുറയുന്നതാണ് എല്ലാവരുടെയും ആർഗ്യുമെൻറ്റ്. പക്ഷേ റോഡ് ചെയ്ത് കഴിയുമ്പം റോഡ് ലെവലും ഡ്രെയിൻ ലെവലും ഒരേ ഹൈറ്റിലാവും. അപ്പം നമുക്ക് ഡ്രെയിനിൻ്റെ മുകളിൽ കൂടെ തന്നെ വണ്ടി കയറി പോകാൻ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കയറി ചെയ്ത് കഴിയുമ്പോൾ റോഡ് ഒരേ ലെവലിൽ കിടക്കും, പഴയ പോലെ തന്നെ കിടക്കുകയും ചെയ്യും. ഓടയുടെ നിരപ്പ് വരെ റോഡ് ഉയരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ ഓടയ്ക്ക് മുകളിലൂടെ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇല്ല എന്നാണ്. എന്നാൽ അദ്ദേഹം പൊതുജനങ്ങളോട് പറഞ്ഞത് ഓടയുടെ പൊക്കം വരെ റോഡ് ആയിക്കഴിഞ്ഞാൽ അതിന് മുകളിലൂടെ വാഹനങ്ങൾ കടന്നു പോകാമെന്നാണ്. അത്തരത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിലല്ല ഓടയുടെ മൂടി പണിതിരിക്കുന്നതെന്ന് ഇത് പണിതപ്പോൾ ഇതിൻ്റെ സൂപ്പർവൈസർമാരും സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെയുള്ളത് ഓടയുടെ ഓരോ ഭാഗത്തും കാണുന്ന ഈ സ്റ്റെപ്പ് പോലെയുള്ള ഭാഗമാണ്. ഇതിലേക്കൂടെ എങ്ങനെയാണ് ഒരു വാഹനം കടന്നു പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല.
അതുപോലെ തന്നെ ഈ റോഡ് ചെന്ന് കയറുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിനേക്കാൾ വിചിത്രമായ രീതിയിലാണ് ഓട പണിത് വെച്ചിരിക്കുന്നത്. അതായത് കപ്പയ്ക്ക് കൂന കൂട്ടുന്നത് പോലെ ഉള്ള രീതിയിലാണ്. ഇതുപോലെയാണ് കുമരകരി ഭാഗത്ത് ഓട നിർമ്മാണം. ഇതിന് മുകളിലൂടെ എങ്ങനെയാണ് വാഹനം പോകുന്നതെന്ന് ഈ വീഡിയോ സഹിതം ചോദിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോടായിട്ട് പറഞ്ഞത്, ഈ റോഡിൽ ഓടയുടെ ആവശ്യമില്ലായിരുന്നു അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ താൽക്കാലിക ടാറിങ് ആദ്യ മഴയ്ക്ക് തന്നെ ഒഴുകിപ്പോയി. ഇപ്പോൾ വീണ്ടും ഒരു താൽക്കാലിക ടാറിങ്ങിനുള്ള കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളിൽ മരുന്നുക്ഷാമം നേരിടുമ്പോൾ തുരുത്തി, മുളയ്ക്കാന്തുരുത്തി, കിടങ്ങറ വരെയുള്ള ഭാഗത്തെ ജനങ്ങൾ നിത്യരോഗികളായിത്തീരുകയാണ്. മിക്ക വീടുകളിലെയും ഒരു കാഴ്ചയാണ് ഈ കാലി മരുന്ന് കവറുകൾ. അധികാര കസേരയിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പ് മുതൽ പ്രതിപക്ഷത്തിരിക്കാൻ പോലുമുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാവില്ല. കാരണം അടുത്ത ഇലക്ഷനിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിരവധി ആളുകൾ ഈ പ്രദേശത്തു നിന്നുണ്ടാവും. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.